ഇറാന്റെ നയതന്ത്ര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യ കൂടുതൽ ഊർജിതമായ ഇടപെടലുകൾ നടത്തുകയാണ്. ഇറാനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന മറ്റു രാജ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വെല്ലുവിളി ഉയർത്താൻ ഇറാനോടൊപ്പം നിൽക്കാൻ ഏത് ദുർഘടഘട്ടത്തിലും ഇറാന്റെ വീര്യം ചൂഴാതെ അവരെ മുറുകെ പിടിച്ച് അവരോടൊപ്പം തന്നെയാണ് റഷ്യ തുടക്കം മുതലേ പോകുന്നത്. ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ ഇറാന് ഏറ്റവും വലിയ കരുത്ത് പകരുന്ന രാഷ്ട്രം ഏതെന്ന് ചോദിച്ചാൽ അത് റഷ്യ തന്നെയാണ്. റഷ്യ മുൻകാലങ്ങളിൽ ഇറാന്റെ ഫോർദോയും ഇസ്ഫഹാനും അടക്കമുള്ള ആണവ നിലയങ്ങൾക്ക് വലിയ സുരക്ഷ നൽകിയിരുന്നു. ആ സുരക്ഷ അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ മേഖലകളിലേക്ക് ഇറാനുമായി കൈകൊടുത്തിരിക്കുകയാണ്. എണ്ണ കൂടുതലായി റഷ്യയിൽ നിന്നും വാങ്ങിക്കാനുള്ള അനുമതി അമേരിക്ക കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങൾ അമേരിക്കയെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. കാരണം റഷ്യയുടെ എണ്ണ ഏതൊക്കെ രാജ്യങ്ങൾ വാങ്ങിക്കണം വാങ്ങിക്കേണ്ട എന്ന് തീരുമാനമെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് നേരത്തെ തുനിഞ്ഞെങ്കിൽ ഇന്ന് ട്രംപ് വലിയ പ്രതിസന്ധിയിലാണ്. റഷ്യ സമാന രീതിയിലുള്ള കറൻസി ഇറക്കി അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാനും US ഡോളറിൻ്റെ മൂല്യം കുറച്ചു കൊണ്ടുവരാനും വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ അണിയറയിൽ ആസൂത്രണം ചെയ്യുകയാണ്. ബ്രിക്സ് രാജ്യങ്ങളുടെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു തീരുമാനം. അതിന് മുൻകൈയെടുക്കാൻ റഷ്യ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ബ്രിക്സ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും നാറ്റോ രാജ്യങ്ങൾക്കും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അവർ സമീപനമെടുത്താൽ അത് വളരെയധികം ദുർഘടമായിരിക്കും അമേരിക്കയ്ക്ക് അതിനൊക്കെ തരണം ചെയ്യുക എന്നുള്ളത്. ഇത്രയും വലിയ ആയുധശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും വലിയ ഡിഫൻസീവ് മെക്കാനിസം ഉണ്ട് എന്ന് പറഞ്ഞാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അവസരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ ഭയന്ന് ഗൾഫ് രാജ്യങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ റഷ്യ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. റഷ്യ അറബ് രാജ്യങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി ഇറാനോടൊപ്പം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചേരൂ, ഞങ്ങൾ സുരക്ഷാ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഉറപ്പു തരാം, മാത്രമല്ല ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നതും വിൽക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറ്റൊരു സാധ്യത കൂടി തുറന്നിടാനാണ് റഷ്യ സമ്മർദ്ദതന്ത്രം ചെലുത്തുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ തിരിച്ചടിച്ചും പ്രതിരോധിച്ചും മുന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ. അവർക്ക് യുദ്ധം നിർത്തണമെന്ന് അവരുടെ ആത്മാഭിമാനബോധം സമ്മതിക്കുന്നില്ല. റഷ്യ എന്ന ഉറ്റ സുഹൃത്തിനെ പരിപൂർണമായി വിശ്വാസത്തിലെടുത്ത് ടെഹ്റാൻ നടത്തുന്ന നീക്കങ്ങൾ മോസ്കോയ്ക്ക് വീണ്ടും കരുത്തു പകരുകയാണ്. ട്രംപ് റഷ്യയ്ക്ക് മുന്നിൽ വയ്ക്കുന്ന ഉപാധികളൊക്കെ റഷ്യ കാറ്റിൽ പറത്തി. ഇപ്പോൾ റഷ്യ ഏതെങ്കിലും രീതിയിൽ മധ്യസ്ഥതയ്ക്ക് കൂട്ടാൻ കഴിയുമോ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രംപ്. റിജീം ചേഞ്ച് അമേരിക്കയിലുണ്ടാകും. കാരണം കളിക്കുന്നത് ഇറാനോട് മാത്രമല്ല, റഷ്യയും കണക്ക് തീർക്കാൻ കാത്തിരിക്കുകയാണ്.